നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വടക്കൻ ശ്രീലങ്കൻ തീരത്തിന് സമീപം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടും. മെയ് 15 വരെ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനാപുരത്ത് കോൺഗ്രസ് BJP ഡീൽ നടന്നതായി KB ഗണേഷ് കുമാർ. വോട്ട് കച്ചവടമാണ് കോൺഗ്രസും BJPയും തമ്മിൽ നടത്തിയത്. ചാത്തന്നൂരിൽ BJPയെ വിജയിപ്പിച്ചാൽ പത്തനാപുരത്ത് കോൺഗ്രസിനെ സഹായിക്കാമെന്ന് ഡീൽ ഉണ്ടായിരുന്നതായി ഗണേഷ് കുമാർ. പന്നിയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്ക്. അടൂർ തെങ്ങമം സ്വദേശിനി താമരാക്ഷിക്കാണ് പരിക്കേറ്റത്. വീടിന് സമീപമായിരുന്നു പന്നിയുടെ ആക്രമണം. കരുനാഗപ്പള്ളി നഗരസഭയിൽ അമൃത് 2 കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഡീൽ ആരംഭിച്ചു. കന്നേറ്റി പാലത്തിന് സമീപം മുതലാണ് പൈപ്പ് ലൈൻ ഇടുന്ന ജോലികൾ ആരംഭിച്ചത്. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിൽ നിന്നുമാണ് പദ്ധതിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുക. വിശദമായ വാർത്തകളിലേക്ക്. വടക്കൻ ശ്രീലങ്കൻ തീരത്തിന് സമീപം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇത് കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യത. മെയ് 15 വരെ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഉൾപ്പെടെ അടുത്ത 3 ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വടക്കൻ ശ്രീലങ്കൻ തീരത്തിന് സമീപം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇത് കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. തെക്കുകിഴക്കൻ അറബിക്കടലിനും കേരള തീരത്തോടും ചേർന്നുള്ള ലക്ഷദ്വീപിനും മുകളിലായി ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ കേന്ദ്രം മുതൽ തെക്കൻ തമിഴ്നാട് വഴി തെക്കൻ ലക്ഷദ്വീപ് വരെ സമുദ്രനിരപ്പിൽ നിന്ന് 1.5 മുതൽ 4.5 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നത്. തെക്കുകിഴക്കൻ അറബിക്കടലിലെ ചക്രവാത ചുഴി മുതൽ തീരദേശ കർണാടക വഴി മഹാരാഷ്ട്രയിലെ മറാത്ത്വാഡ വരെ സമുദ്രനിരപ്പിൽ നിന്ന് 0.9 കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മെയ് 14 മുതൽ 15 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്. ഭാരതീയ വേലൻ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ വാർഷികം കായംകുളത്ത് നടത്തി. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ജാതി വിവേചനത്തിനും പട്ടികജാതി പീഡനങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യമുന്നയിച്ചു. ഭാരതീയ വേലൻ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ വാർഷികമാണ് കായംകുളത്ത് സംഘടിപ്പിച്ചത്. കായംകുളം വ്യാപാര ഭവൻ ഹാളിലായിരുന്നു പരിപാടി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പല സംഘടനകളിൽ നമുക്കിന്ന് കേരളത്തില് വേലൻ സംഘടനകളുടെ ഒരു കൂട്ടായ്മ, അതാണ് നമ്മുടെ കേരള വേലൻ ഏകോപന സമിതി. കേരള വേലൻ ഏകോപന സമിതിയിൽ ഇന്നൊരു പുതിയ സംഘടന കൂടെ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് കാസർഗോഡ്, അതോടൊപ്പം തന്നെ കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ന് ഉത്തര മലബാർ വേലൻ മഹാസംഘം സഭ അടക്കമുള്ള സംഘടന ഏതാണ്ട് 7 സംഘടനകളാണ് ഇന്ന് കേരളത്തിലെ വേലൻ ഏകോപന സമിതിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കേരളത്തിലെ വേലൻ ഏകോപന സമിതിക്ക് നേതൃപരമായി പങ്കുവഹിക്കുന്നത് നമുക്കറിയുന്ന BBS ആണ്. BBSന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഏകോപന സമിതിയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത്. നമുക്കതിന്റെ പ്രഥമ സമ്മേളനം അക്ഷരനഗരിയുടെ ഈറ്റില്ലമായ അങ്ങ് കോട്ടയത്ത് തിരുനക്കരയിൽ നമുക്ക് വലിയൊരു സമ്മേളനം, ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു സമ്മേളനം നടത്തുകയുണ്ടായി. നമുക്കറിയാം, നമ്മൾ നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ സാധിക്കൂ. ജില്ലാ പ്രസിഡന്റ് C ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് മൈലാട്ടുപാറ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. P സുഭാഷ്, അനിത രാജു, മഞ്ജു വിജയകുമാർ, വിജയ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജാതി സെൻസസ് നടപ്പാക്കണമെന്നും ജാതി വിവേചനത്തിനും പട്ടികജാതി പീഡനങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി CK സുകുമാരപ്പണിക്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ N പ്രഭാകരൻ കണക്ക് അവതരിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ പള്ളിപ്പാനയിൽ പങ്കെടുത്ത ജില്ലയിലെ സമുദായാംഗങ്ങൾ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട
മഞ്ജു വിജയകുമാർ, അനൂപ് എന്നിവർക്ക് ആദരവ് നൽകി. ഭാരവാഹികളായി സി ഹരിദാസിനെ പ്രസിഡന്റായും എൻ രഘു, ഷാജി കരുമാടി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സി കെ സുകുമാരപ്പണിക്കരെ സെക്രട്ടറിയായും എൻ രവികുമാർ, വി എസ് സുനീഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും എൻ പ്രഭാകരനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. അപകട ഭീഷണിയിൽ കാത്തിരിപ്പ് കേന്ദ്രം. കുണ്ടറ ചിറ്റുമല ദേവീക്ഷേത്രത്തിന് സമീപത്തെ വെയിറ്റിംഗ് ഷെഡാണ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത്. ചിറ്റുമല ദേവീക്ഷേത്രത്തിന് സമീപം കുണ്ടറ ഭാഗത്തേക്കുള്ള വെയിറ്റിംഗ് ഷെഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് ജീർണാവസ്ഥയിൽ നിൽക്കുന്നത്. മേൽക്കൂരയുടെ കോൺക്രീറ്റ് പാളികൾ പലയിടങ്ങളിലും ഇളകി വീണ നിലയിലാണ്. കമ്പികൾ തുരുമ്പെടുത്തു. തൂണുകളിൽ വലിയ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. മഴക്കാലമായാൽ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നു. അതിനാൽ യാത്രക്കാർക്ക് കയറി നിൽക്കാൻ പോലും കഴിയില്ല. ബസ് കാത്തു നിൽക്കുന്നവരുടെ തലയിലേക്ക് ഇളകിയ കോൺക്രീറ്റ് ഭാഗങ്ങൾ വീഴാനുള്ള സാധ്യത ഏറെയാണ്. രാത്രി കെട്ടിടത്തിനുള്ളിൽ ആവശ്യത്തിന് വെളിച്ചവുമില്ല. വെയിറ്റിംഗ് ഷെഡിനുള്ളിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ കൂടിക്കിടക്കുന്നതിനാൽ യാത്രക്കാർ അകത്തേക്ക് കയറാറില്ല. കെട്ടിടം പൊളിഞ്ഞ് അപകടമുണ്ടാകുന്നതിന് മുൻപ് വെയിറ്റിംഗ് ഷെഡ് നവീകരിക്കുകയോ പൊളിച്ചു നീക്കി ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കുകയോ വേണമെന്ന ആവശ്യം ശക്തമാണ്. 50 വർഷത്തിലേറെ പഴക്കമുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സ്ഥിതി ശോച്യമാണ്. ഇത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കിഴക്കേക്കരട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർക്കും ദേശീയപാത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും നിവേദനം നൽകി. സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിട്ടുണ്ട്. അടിയന്തരമായി ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അങ്കനവാടി പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷം. മയ്യനാട് മുക്കം 12-ാം വാർഡിലെ അങ്കനവാടിക്ക് സമീപമാണ് തെരുവുനായ ശല്യം വർദ്ധിച്ചിട്ടുള്ളത്. ഇവയുടെ ശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊല്ലം മയ്യനാട് മുക്കം 12-ാം വാർഡിലെ അങ്കനവാടിയിലാണ് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായുള്ളത്. അങ്കനവാടിയുടെ വരാന്തയിൽ തെരുവുനായ്ക്കൾ പ്രസവിച്ച് കുട്ടികളുമായി കിടക്കുകയാണ്. പരിസരത്തെ നിരവധി കുട്ടികളാണ് അങ്കനവാടിയിലെത്തുന്നത്. നായ്ക്കളെയും നായ്ക്കുട്ടികളെയും ഓടിച്ചുവിടലാണ് ഇവിടുത്തെ ജീവനക്കാരുടെ പ്രധാന ജോലി. നായ്ക്കുട്ടികളെ കാണുന്നതോടെ കുട്ടികൾ കൗതുകത്തോടെ നായ്ക്കളുടെ അടുത്തേക്ക് പോകുന്നതും ഈ സമയം നായ്ക്കൾ കുരച്ചുകൊണ്ടുവരുന്നതും ഇവിടെ പതിവ് കാഴ്ചയാണ്. തെരുവുനായ്ക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബസവ ജയന്തി സമ്മേളനം ഓച്ചിറയിൽ നടത്തി. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജയന്തി സമ്മേളനം സംഘടിപ്പിച്ചത്. പുരസ്കാര വിതരണവും നടത്തി. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ കേരള ഘടകത്തിന്റെ നേതൃത്വത്തിലാണ് ഓച്ചിറയിൽ ബസവ ജയന്തി സമ്മേളനം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പുരസ്കാര സമർപ്പണവും നടന്നു. വീരശൈവ മഹാസഭ അഖിലേന്ത്യാ പ്രസിഡന്റ് ഈശ്വർ ഖണ്ഡ്രെ ഉദ്ഘാടനം നിർവഹിച്ചു. Friends, you are all aware that All India Veerashaiva Lingayat Mahasabha was established in the year 1904 by His Holiness Sri Hangal Kumareshwarji to unite the subsects, to unite all the Lingayat communities who are residing not only in India but in the whole world and make it strong. നിങ്ങൾക്കെല്ലാവരും പക്ഷേ അറിയാവുന്നതുപോലെ ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ എന്ന് പറയുന്ന സംഘടന 1904 അന്തരിച്ച പരമപൂജ്യ ഹങ്കൽ കുമാരസ്വാമിജിയാണ് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചത്. മഹാസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വീരശൈവ വിഭാഗങ്ങളെയും ഒന്നാക്കി ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള വളരെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. Our forefathers have always said that unity is strength and disunity is weakness. നമ്മുടെ പൂർവികര് പറഞ്ഞിട്ടുള്ളതുപോലെ, അതായത് ഒന്നായി നിന്നാൽ നമുക്ക് എന്തിനേയും കീഴടക്കാം, വിഘടിച്ചു നിന്നാൽ നമുക്ക് നഷ്ടപ്പെടാൻ മാത്രമേ ഉള്ളൂ. ഒന്നായി നിൽക്കുക എന്നുള്ള സന്ദേശമാണ് നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയിട്ടുള്ളത്. My aim is also to bring all the subsects together and make the community strong. എന്റെയും ലക്ഷ്യം അതിൽ നിന്ന് വ്യത്യസ്തമല്ല. നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നായി കൊണ്ടുവരിക എന്നുള്ളൊരു മഹത്തായ ദൗത്യമാണ് ഞാനും ഏറ്റെടുത്തിട്ടുള്ളത്. Myself and all our office bearers are toiling hard day and night to bring the sects, all subsects together and then empower them. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു കെ ശങ്കർ അധ്യക്ഷത വഹിച്ചു. ബസവരത്ന പുരസ്കാരം ഗാന്ധിഭവൻ സ്ഥാപകൻ പുനലൂർ സോമരാജന് സമ്മാനിച്ചു. ബസവ ഭൂഷൺ പുരസ്കാരം കമലമ്മ നാരായണന് മരണാനന്തര ബഹുമതിയായും നൽകി. സെൻകുമാർ മുഖ്യ അതിഥിയായിരുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ ബസവശ്രീ പുരസ്കാരം സമ്മാനിച്ചു. CR മഹേഷ് MLA ബസവ ശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചു.
AIVM അഖിലേന്ത്യാ സെക്രട്ടറി രേണുക പ്രസന്ന സംഘടനാ വിശദീകരണം നിർവഹിച്ചു. വീരശൈവ മഹാസഭ തമിഴ്നാട് പ്രസിഡന്റ് DL ബാലാജി ലോകനാഥൻ, യൂത്ത് മൂവ്മെന്റ് അഖിലേന്ത്യാ പ്രസിഡന്റ് വെങ്കിട്ട് റെഡ്ഡി പാട്ടീൽ, വനിതാ സമാജം അഖിലേന്ത്യാ പ്രസിഡന്റ് വീണ ഷപ്പണവർ, KP ശ്രീകുമാർ, VS ജിതിൻ ദേവ, രാജീവ് കടകംപള്ളിൽ, KS ശ്രീജിത്ത, PV സുരേഷ്, EP ജയൻ, KV രാജേന്ദ്രൻ, EA രാജൻ, CK സരസ്വതി, PK കൃഷ്ണദാസ്, ബിജു ചിങ്കല്ലിൽ, സുജിന്ത് രാജൻ, ശ്രീകൃഷ്ണരാജാർപിള്ള, P മായാദേവി, P കൃഷ്ണദാസ്, S ശ്രീകുമാരപിള്ള, VR സതീഷ്, S ഗിരീഷ് കുമാർ, സുനിൽകുമാർ KK, ശൈലജ ശശി, ജയേഷ് കണ്ണൻ, സജി കലിംഗ, P വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. UDF-ലെ ചേരിതിരിവ് പരസ്യമാക്കിയാണ് ബോർഡുകൾ ഉയർന്നത്. ഏരൂർ, ആയൂർ, അഞ്ചൽ എന്നിവിടങ്ങളിലാണ് ബോർഡ് ഉയർന്നത്. KC വേണുഗോപാൽ, VD സതീശൻ എന്നിവർക്ക് വേണ്ടിയാണ് ഇവിടങ്ങളിൽ ബോർഡുകൾ ഉയർന്നത്. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ എന്നിവർക്ക് വേണ്ടിയാണ് അണികൾ അഞ്ചൽ, ഏരൂർ, ആയൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചത്. ഏരൂർ ജംഗ്ഷനിലാണ് നാടിനെ നയിക്കാൻ നായകനായി മുഖ്യമന്ത്രിയാകാൻ KC വേണുഗോപാൽ എത്തുന്നു എന്ന വാചകങ്ങളോടെ INTUCയുടെ പേരിൽ ആദ്യ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിന് മറുപടി എന്നോണം മണിക്കൂറുകൾക്കകം തന്നെ തൊട്ടടുത്ത് VD സതീശനെ അനുകൂലിച്ച് ബോർഡ് ഉയർന്നു. സേവാദളിന്റെ പേരിലായിരുന്നു സതീശനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ ഫ്ലക്സ്. കളി ജയിച്ചാൽ കപ്പ് ഉയർത്തേണ്ടത് ക്യാപ്റ്റനാണ്, കോച്ചല്ല എന്ന വാചകത്തോടെയാണ് സേവാദൾ ഏരൂരിൽ ഫ്ലെക്സ് സ്ഥാപിച്ചത്. ഗ്രൂപ്പ് പോര് പരസ്യമായത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വം. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് KPCC ആവർത്തിക്കുമ്പോഴും അണികൾ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് നേതാക്കൾക്ക് പിന്തുണയർപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ കൂടുതൽ ചർച്ചകൾക്ക് കാരണമായേക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനാപുരത്ത് കോൺഗ്രസ് BJP ഡീൽ നടന്നതായി KB ഗണേഷ് കുമാർ. വോട്ട് കച്ചവടമാണ് കോൺഗ്രസും BJPയും തമ്മിൽ നടത്തിയത്. ചാത്തന്നൂരിൽ BJPയെ വിജയിപ്പിച്ചാൽ പത്തനാപുരത്ത് കോൺഗ്രസിനെ സഹായിക്കാമെന്ന ഡീൽ ഉണ്ടായിരുന്നതായി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലേക്ക് കയറുമ്പോൾ 4 വാർഡ് മെമ്പർമാരുള്ള ആ പഞ്ചായത്ത് 4 വാർഡ് മെമ്പർ BJPക്കുണ്ട്. അവിടെ 300 ചില്ലുവാന വോട്ടിന്റെ ഭൂരിപക്ഷം BJPക്കുള്ളൂ. പിടവൂര് വാർഡ് തലൂർ പഞ്ചായത്തിൽ പിടവൂരിലേക്ക് വരുമ്പോൾ ആ വാർഡിലെ മെമ്പർ BJPയുടെ മെമ്പറാണ്. ആ വാർഡിൽ 2 വോട്ടാണ് BJPക്ക്. 2 വോട്ട് ഇവിടെ മത്സരിച്ച BJP സ്ഥാനാർത്ഥിക്ക്, NDA സ്ഥാനാർത്ഥിക്ക് 2 വോട്ട്. അതുപോലെ ചെങ്ങമനാട് മേലിലെ പഞ്ചായത്തിലേക്ക് പോയാൽ ചെങ്ങമനാട് എത്തുമ്പോഴേക്കും 240 വോട്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി പിടിച്ചത്. ഇപ്പം വെറും 51, ചേത്തടി വാർഡിൽ 51 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ മുഴുവൻ വോട്ടും BJP കോൺഗ്രസിന് കച്ചവടം നടത്തിയിരിക്കുകയാണ്. പണമാണോ പകരം ഡീലാണോ എന്നറിയില്ല. ഇവിടെ LDFും BJPയും തമ്മിൽ ഡീലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ട്. ഇവിടുത്തെ വോട്ടിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ BJPക്ക് വോട്ടില്ല. ഭീമൻ രഘു മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 13,000-ഓളം വോട്ടാണ് കിട്ടിയത്. BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നേടി. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ച ജയിച്ച പാർലമെന്റ് ഇലക്ഷനിൽ 18,000 വോട്ട് BJP നേടി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 22,000 വോട്ട് BJP നേടി. പക്ഷേ ഇവിടെ ഇപ്പോൾ നേടിയിരിക്കുന്നത് 7,000 വോട്ടേ ഉള്ളൂ. 730 വോട്ടേ ഉള്ളൂ. ബാക്കി ഇവിടെ പോയി. ഓച്ചിറ കളി പരിശീലിപ്പിക്കാൻ ഓച്ചിറ ക്ഷേത്രത്തിൽ ഇനി സ്ഥിരം സംഘം. കളിയാശാന്മാർ, കളിസംഘങ്ങൾ, കളരി ഗുരുക്കന്മാർ തുടങ്ങിയവരുടെ യോഗത്തിലാണ് തീരുമാനം. ഓച്ചിറ കളിയുടെ പ്രതാപം വീണ്ടെടുക്കാൻ കർമ്മപരിപാടികളും ആസൂത്രണം ചെയ്യും. ഓച്ചിറ കളിയുടെ പ്രതാപം വീണ്ടെടുക്കാൻ കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് ക്ഷേത്രഭരണ സമിതി ഓച്ചിറ കളിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കളിയാശാന്മാർ, കളിസംഘങ്ങൾ, കളരി ഗുരുക്കന്മാർ തുടങ്ങിയവരുടെ യോഗത്തിൽ തീരുമാനമെടുത്തു. ഓച്ചിറ ക്ഷേത്രത്തിന്റെ പരിധിയിൽ കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിലെയും കളരികൾ സജ്ജമാക്കും. കളിയാശാന്മാർക്കുള്ള പാരിതോഷികം വർദ്ധിപ്പിക്കും. ഓച്ചിറ ക്ഷേത്രത്തിൽ മുതിർന്ന കളിയാശാന്മാരുടെ നേതൃത്വത്തിൽ കളി സംഘം രൂപീകരിക്കും. താല്പര്യമുള്ള വിശ്വാസികൾക്ക് ഇവിടെ ഓച്ചിറ കളി പരിശീലിക്കാൻ സൗകര്യമൊരുക്കും. കേരള ഫോക്ലോർ അക്കാദമിയിൽ അഫിലിയേഷൻ നേടാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഓച്ചിറ കളിയുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര കൂടുതൽ വർണ്ണാഭമാക്കും. കരക്കളി കൂടുതൽ ശക്തമായി നടത്താനുള്ള നടപടി സ്വീകരിക്കും. കരകളിലെ പ്രധാന സ്ഥലങ്ങളിൽ പ്രദർശന കളരികൾ നടത്താൻ ആവശ്യമായ സാഹചര്യം ഒരുക്കാനും യോഗം തീരുമാനിച്ചു. മുതിർന്ന കളരി ഗുരുക്കന്മാരായ ഭാസ്കരനും ത്യാഗരാജനും ചേർന്നാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാജീവ് കടകംപള്ളിൽ അധ്യക്ഷത വഹിച്ചു. ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇനിയും കളി ആശാന്മാരുടെയും
കളി സംഘങ്ങളുടെയും വിപുലമായ യോഗങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ വിളിച്ചു ചേർക്കുന്നതാണ്. ക്ഷേത്രഭരണ സമിതി, പ്രവർത്തക സമിതിയും പൊതുഭരണ സമിതിയും വിളിച്ചു ചേർക്കുന്നതിന് മുമ്പാണ് കളിയാശാന്മാരുടെ ഇങ്ങനെയൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ക്ഷേത്രഭരണ സമിതി അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടി അഭിപ്രായം കേട്ടതിന് ശേഷം പ്രവർത്തക സമിതിയും കാര്യനിർവഹണ സമിതിയുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓച്ചിറ 8 കണ്ടത്തിലിറങ്ങി പടവെട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എന്നേക്കാൾ ഈ കളിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന, പുതിയ പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ തരത്തിലേക്ക് കടക്കുന്നില്ല. സെക്രട്ടറി BS വിനോദ് ആമുഖ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, ട്രഷറർ സാഗർ മക്കാടം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹൻ, കാര്യനിർവഹണ സമിതി അംഗങ്ങളായ N രവി, PK വിക്രമൻ, CR കുസുമൻ, പ്രതാപൻ, കളിയാശാന്മാർ, കളരി ഗുരുക്കന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 15, 16 തീയതികളിലാണ് ഓച്ചിറ കളി പടനിലത്ത് നടക്കുന്നത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതി നടപ്പാക്കുന്ന മംഗല്യ പദ്ധതിയുടെ ഭാഗമായി അർഹരായ 2 യുവതികൾക്ക് വിവാഹ ധനസഹായമായി 2 ലക്ഷം രൂപ വീതം നൽകാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പന്നിയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്ക്. അടൂർ തെങ്ങമം സ്വദേശിനി താമരാക്ഷിക്കാണ് പരിക്കേറ്റത്. ഇവരെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നിയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അടൂർ തെങ്ങമം പൗർണമി ജംഗ്ഷൻ അനിൽ ഭവനത്തിൽ 75-കാരിയായ താമരാക്ഷിക്കാണ് പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കാലിനാണ് പരിക്കേറ്റത്. വീടിന് സമീപത്തെ പറമ്പിൽ വെച്ചായിരുന്നു സംഭവം. കാണുന്നില്ല, കണ്ടില്ല. അവ എൻ്റെ ഉള്ളി പറഞ്ഞിട്ട് കീപ്പോട്ട് ഇറങ്ങി വന്നതാണ്. ഇറങ്ങി വന്നെ ഇത് ചാടി വന്ന് കടുത്തേക്ക് പോയത്. തെള്ളിയിട്ട് കടിച്ചു, തെള്ളിയിട്ട് കടിച്ചതും അത് പോയത് ആയിരുന്നില്ല. ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയപ്പോൾ രക്തം വാർന്ന നിലയിൽ അവശയായി കിടക്കുന്ന താമരാക്ഷിയാണ് കണ്ടത്. ഇവരെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അടൂർ. കരുനാഗപ്പള്ളി നഗരസഭയിൽ അമൃത് 2 കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടിയിൽ ആരംഭിച്ചു. കന്നേറ്റി പാലത്തിന് സമീപം മുതലാണ് പൈപ്പ് ലൈൻ ഇടുന്ന ജോലികൾ ആരംഭിച്ചത്. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിൽ നിന്നുമാണ് പദ്ധതിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുക. കരുനാഗപ്പള്ളി നഗരസഭയിലാണ് അമൃത് 2 കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ ആരംഭിച്ചത്. കന്നേറ്റി പാലത്തിന് സമീപത്തു നിന്നുമാണ് പൈപ്പിടൽ ജോലികൾ ആരംഭിച്ചത്. നിയുക്ത MLA CR മഹേഷ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ P സോമരാജൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിലെ വെള്ളം നിലവിലെ പൈപ്പ് ലൈൻ വഴി ചവറ കോലത്ത് ജംഗ്ഷനിലെത്തിച്ച് അവിടെ നിന്നും താച്ചയിൽ മുക്കിലെ ഉപരിതല ജലസംഭരണിയിലെത്തിച്ച് വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ഇതിനായി കോലത്ത് ജംഗ്ഷൻ മുതൽ താച്ചയിൽ മുക്ക് വരെ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക. ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തു കൂടി വടക്കോട്ട് ലാലാജി ജംഗ്ഷൻ വരെയും അവിടെ നിന്ന് പടിഞ്ഞാറേക്ക് തറയിൽ ജംഗ്ഷൻ, ചക്കാലിയിൽ ജംഗ്ഷൻ വഴി താച്ചികൾ ജംഗ്ഷനിലെ കിഴക്കേ ജലസംഭരണിയിൽ വെള്ളം എത്തിക്കും. ഈ ജലസംഭരണിയിൽ നിന്നാണ് നഗരസഭയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും വെള്ളം വിതരണം ചെയ്യുക. പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ നഗരസഭയുടെ എല്ലാ പ്രദേശത്തെയും കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകും. ദേശീയപാത അധികൃതർ, കരാറുകാരായ വിശ്വസമുദ്ര കമ്പനി, ജലവിഭവ വകുപ്പ്, KSEB, നഗരസഭ എന്നിവർ ചേർന്ന് നടത്തിയ സ്ഥലപരിശോധനയിൽ കണ്ടെത്തിയ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ട ശേഷമാണ് പൈപ്പ് സ്ഥാപിക്കൽ ജോലികൾ ആരംഭിച്ചത്. അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 54 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരിക്കുന്നത്. താച്ചയിൽ മുക്കിലെ ഉപരിതല ജലസംഭരണിയിൽ നിന്ന് വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് 2ാം ഘട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നഗരസഭയുടെ പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. തീരദേശ മേഖലയിലാണ് ഏറ്റവും ദുരിതം. പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ പലതും തകരാറിലായി. കിണറുകളിൽ ഓരുവെള്ളമാണ് ലഭിക്കുന്നത്. ഓച്ചിറ കുടിവെള്ള പദ്ധതിയാണ് പ്രദേശവാസികളുടെ പ്രധാന ആശ്രയം. എന്നാൽ വളരെ കുറച്ചു ഭാഗത്തു മാത്രമാണ് ഓച്ചിറ പദ്ധതിയിൽ നിന്നുള്ള വെള്ളം ലഭിക്കുന്നത്. അതും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം. ഈ സാഹചര്യത്തിലാണ് കരുനാഗപ്പള്ളിക്കായി പ്രത്യേക കുടിവെള്ള പദ്ധതി എന്ന ആവശ്യം ഉയർന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അടുപ്പുകൂട്ടി സമരം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം കൂട്ടിക്കട യൂത്ത് വിംഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പാചകവാതക സിലിണ്ടറിന്റെ വില കുത്തനെ വർദ്ധിപ്പിച്ച നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂട്ടിക്കട യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിലാണ് പാചകവാതക സിലിണ്ടർ വില വർധനവിൽ പ്രതിഷേധിച്ച് അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ സെക്രട്ടറി അൻസാരി സമരം ഉദ്ഘാടനം ചെയ്തു. ചെറുതും വലുതുമായ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും വളരെ സങ്കീർണമായ ഒരു വിഷയങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നാം ഉള്ളത്. കേരളത്തിന്റെ പൊതു വ്യവസായങ്ങളെല്ലാം തകർന്നടിഞ്ഞു. വ്യാവസായിക മേഖല മൊത്തത്തിൽ തകർന്നു. കാർഷിക മേഖല ഇല്ലാതെയായി. ആകെ മിച്ചമായി നമ്മുടെ സംസ്ഥാന സർക്കാരിന് വരുമാനമുള്ളതും ജനങ്ങൾക്ക് ജീവിക്കാൻ ഉതകുന്നതുമായ ഒരു മേഖല എന്ന് പറയുന്നത് ചെറുകിട വ്യാപാര മേഖലയായിരുന്നു. എന്നാൽ ചെറുകിട വ്യാപാര മേഖലയെ തുരങ്കം വയ്ക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളും പാചകവാതക ഉൽപ്പന്നങ്ങളും ക്ഷാമം നേരിടുന്ന അവസരം ആണ് എന്ന് നമുക്ക് അറിയാമെങ്കിലും ഇന്ത്യയിലുടനീളമുള്ള ചെറുകിട വ്യാപാരികളും ചെറുകിട ഹോട്ടലുകളും ഒക്കെ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. പലതും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് കേരളത്തിലെ ഹോട്ടലുകൾ അടച്ചിട്ടുകൊണ്ട് സമരം ചെയ്തിരുന്നു. പക്ഷേ 1000 രൂപ വർധനവ് എന്ന് പറയുന്ന ഒരു സിലിണ്ടർ, ഒരു പാചകവാതക സിലിണ്ടർ വാണിജ്യ ആവശ്യത്തിന് കടകളിൽ എടുക്കുന്നത്, ഒരു കടയിൽ ചിലപ്പോൾ 2 എണ്ണം വേണ്ടിവരും, 1 എണ്ണം 3 എണ്ണം വേണ്ടിവരും, 8 എണ്ണവും 10 എണ്ണവും ഉപയോഗിക്കുന്ന വലിയ കടകളുമുണ്ട്. ഒരു സിലിണ്ടറിന് 1000 രൂപ വീതം വർദ്ധിക്കുമ്പോൾ എത്രത്തോളം രൂപയുടെ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ജില്ലാ സെക്രട്ടറി AK ജോഹർ, യൂത്ത് വിങ് ജില്ലാ പ്രസിഡന്റ് വിഷ്ണു VS, ജില്ലാ സെക്രട്ടറി സജീർ, യൂണിറ്റ് പ്രസിഡന്റ് സതീഷ് കുമാർ, ട്രഷറർ ബാലചന്ദ്രൻ, യൂത്ത് വിങ് യൂണിറ്റ് പ്രസിഡന്റ് നിഷാദ്, യൂണിറ്റ് ട്രഷറർ ഷമീർ എന്നിവർ നേതൃത്വം നൽകി. ഗ്യാസ് സിലിണ്ടറിന്റെ വില വർധനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന സമരങ്ങളുടെ ഭാഗമായി യൂത്ത് വിങ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടിക്കട യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ആദ്യത്തെ സമരമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഐതിഹാസികമായ ഈ സമരം വ്യാപാര മേഖലയെ മാത്രം സംരക്ഷിക്കുവാനുള്ളതല്ല, തികച്ചും കടകളിൽ വിലവർധന ഉണ്ടാക്കുവാൻ വേണ്ടി, വിലവർധന ഉണ്ടാകുമ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തിന് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. കേരളമൊട്ടക്കും വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന്റെ വിലവർധനവിനെതിരെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിന്റെ ഭാഗമായി കൂട്ടിക്കട യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് അടുപ്പുകൂട്ടി സമരം നടത്തുകയാണ്. ചെറുകിട വ്യാപാര മേഖല, അതിനോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചെറുകിട ഹോട്ടൽ വ്യാപാര ശൃംഖലയും തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടൽ വ്യാപാര ശൃംഖലയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ തൊഴിലാളികൾ ആ മേഖലയുമായിട്ട് ആശ്രയിച്ച് കഴിയുന്നവരാണ്. വാണിജ്യ സിലിണ്ടറുകൾക്ക് അടിക്കടി ഉണ്ടാവുന്ന വിലവർധനവ് ഒരു പരിധിവരെയെങ്കിലും നഷ്ടം സഹിച്ചുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കൻ ശ്രീലങ്കൻ തീരത്തിന് സമീപം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടും. മെയ് 15 വരെ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനാപുരത്ത് കോൺഗ്രസ് BJP ഡീൽ നടന്നതായി KB ഗണേഷ് കുമാർ. വോട്ട് കച്ചവടമാണ് കോൺഗ്രസും BJPയും തമ്മിൽ നടത്തിയത്. ചാത്തന്നൂരിൽ BJPയെ വിജയിപ്പിച്ചാൽ പത്തനാപുരത്ത് കോൺഗ്രസിനെ സഹായിക്കാമെന്ന് ഡീൽ ഉണ്ടായിരുന്നതായി ഗണേഷ് കുമാർ. പന്നിയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്ക്. അടൂർ തെങ്ങമം സ്വദേശിനി താമരാക്ഷിക്കാണ് പരിക്കേറ്റത്. വീടിന് സമീപമായിരുന്നു പന്നിയുടെ ആക്രമണം. കരുനാഗപ്പള്ളി നഗരസഭയിൽ അമൃത് 2 കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഡീൽ ആരംഭിച്ചു. കന്നേറ്റി പാലത്തിന് സമീപം മുതലാണ് പൈപ്പ് ലൈൻ ഇടുന്ന ജോലികൾ ആരംഭിച്ചത്. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിൽ നിന്നുമാണ് പദ്ധതിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുക. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.